ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും MN മീഡിയയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് കുട്ടനാട്ടിലെ പെരുമാനിക്കര എന്നൊരു പാടത്താണ്. ഞങ്ങൾ രാവിലെ വന്നപ്പോൾ ഈ പാടം നല്ലപോലെ വെള്ളമൊക്കെ വലിഞ്ഞ് ചാല് പറ്റി കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ രണ്ട് സുഹൃത്തുക്കൾ അവിടെ വല വെച്ച് ആ പറക്കുഴിയിലെ മീൻ തപ്പി പിടിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ രാവിലെ അവർ വന്നതിന് ശേഷം പറ്റിയ ചാലിലേക്ക് വല വെക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വലയുടെ തുമ്പത്ത് രണ്ട് കമ്പ് കുത്തിവെച്ച് അവർ ആ പറക്കുഴിയിലെ മീനെ തപ്പി ആ വലയ്ക്കകത്ത് കയറ്റാനുള്ള ശ്രമത്തിലാണ്. അപ്പം ആ കാഴ്ചയിലേക്ക് നിങ്ങളെല്ലാവരും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. മറ്റേ നന്നായി എല്ലാം പറയുന്നത് അളക്കാനത് ചേട്ടാക്ക് ഒരു സ്പോട്ട് കിട്ടിയില്ല ഇതുവരെ. ചേട്ടാക്ക് ഒരു സ്പോട്ട് കിട്ടിയില്ല. അതൊരു കല്ലാണ്, കല്ലിൻ്റെ സൈഡ് കയറി കുത്തിയാലേ. മീൻ തപ്പി പിടിക്കുന്നതിന് മുന്നേ ആ ഭാഗത്ത് പോള കുറച്ച് തള്ളി ആ വലയ്ക്കകത്തോട്ട് കയറ്റിയിടുകയാണ്. അതായത് മീൻ വന്നു കഴിഞ്ഞതിന് ശേഷം മീൻ തിരിച്ചിറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ് ആ വലയിലേക്ക് പോള തള്ളിയിടുന്നത്. അങ്ങനെ തള്ളിയിടുമ്പോഴേക്ക് ഈ പറക്കുഴിയിലുള്ള മീൻ മൊത്തം വലയ്ക്കകത്തോട്ട് കയറുകയും വലയിൽ തങ്ങി കിടക്കുകയും ചെയ്യും. അപ്പോൾ അത് പിടിക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ നമ്മുടെ ചേട്ടൻ അവിടെ ഒരു വരാലിനെ കണ്ടിട്ടുണ്ട് കല്ലിനിടയിൽ നിന്ന്. അപ്പോൾ അതിനെ തപ്പിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. അത് കൈ മുട്ടിയിട്ടുണ്ട്. എത്ര കഷ്ടപ്പെട്ടാലും അതിനെ പിടിക്കും. അതിനുള്ള ശ്രമത്തിലാണ്. അത് കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. അതെ, സുഹൃത്ത് വല കുടമൊക്കെ എടുത്ത് കൊടുക്കുകയാണ്, അതിനകത്ത് ഇടാനാണ്. ലൈച്ചേട്ടനാണ് മീൻ പിടിക്കുന്നത്. ലൈച്ചേട്ടൻ്റെ ആ മീൻ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ആ മീനെ കാണാം. വരാലാണ് വരാൽ. അണ്ണാ പറയുന്നതിനകത്തൊക്കെ ഞാൻ കുറച്ച് പാട്ട് കയറേണ്ടി വരും. ഞാൻ കുറച്ച് പാട്ടൊക്കെ കേട്ടേണ്ടി വരും. ഇതൊക്കെ ഒരു രസമുള്ള കാര്യമാണ്. കുട്ടനാട്ടിലെ ഒരു രസമുള്ളൊരു കാഴ്ചയാണ് ഇതൊക്കെ, മീൻ തപ്പിയെടുക്കുക എന്നുള്ളത്. പ്രത്യേക ഒരു വശത്തോടെ വേണം അങ്ങനെ മീനൊക്കെ പിടിക്കാൻ. കാഴ്ച നല്ലൊരു രസമുള്ളൊരു കാഴ്ചയാണ്. അദ്ദേഹത്തിന് ആ മീൻ കിട്ടിയിട്ടുണ്ട്. ഓ, അത് കയ്യിൽ നിന്ന് പ്രശ്നമാണെന്ന് തോന്നുന്നു. അത് കിട്ടി. കണ്ടോ, അതാണ് കണ്ടോ, വലിയൊരു വരാൽ. ഇതുപോലുള്ള കാഴ്ചകൾ ഇനിയും ഉണ്ട്. ഇനി പറക്കുഴിക്കകത്ത് ഇഷ്ടം പോലെ വരാറുണ്ട്. അതിനെല്ലാം തപ്പിയെടുക്കുന്നൊരു കാഴ്ചയാണിത്. അജണം പോയി. അതൊന്ന് സെക്കൻഡ് ഹാൻഡ് വെള്ളം വല്ലതും കിട്ടാണോ? ഫൈബർ വെള്ളം എന്നാ റേറ്റ് വരും?
വലുതല്ല, ചെറുത്. എന്നാ വില പറഞ്ഞേ? 1.4. ചെറിയ വള്ളം, നമ്മുടെ ഫൈബർ വെള്ളമില്ലേ നമ്മുടെ. എന്നാൽ ഞങ്ങൾക്ക് കൂടൊക്കെ പോക്കാനും പോകാനും വീഡിയോ ഒക്കെ പിടിക്കാനും പറ്റിയ വരത്തിലുള്ളത്. നമ്മുടെ ഈ കടയിൽ പോകുന്ന തിരുവള്ളോ, അതൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞിട്ട് തന്നെ എടുക്കുന്നത്. നിങ്ങൾക്ക് പിന്നെ പറ്റും വല്ല ഇതൊക്കെ കുടിക്കും, പെരുവലയൊക്കെ. 1.4 മറ്റേ നമ്മുടെ ഈ കടലിൽ പോകുന്നത് കൈനവരിക്കാരുടെ ഇരിക്കുന്ന തിരുവള്ളോ. അത് ഇവർക്ക് കഴിഞ്ഞ അല്ല ഒരു 16 രൂപ 17 രൂപയൊക്കെയാണെന്ന് തോന്നുന്നു മറ്റേ ചെറിയ വെള്ളം ഫൈബറിന്. സെക്കൻഡ് ആണെങ്കിൽ അല്ല അതിന് റേറ്റ് കുറവില്ല. അങ്ങനെ നമ്മുടെ പറക്കുഴിക്ക് അവർ തപ്പിയതിന് ശേഷം വല പൊക്കുകയാണ്. വലയ്ക്കകത്ത് കുറച്ച് വരാൽ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ വല സൈഡിലോട്ട് വലിച്ച് മാറ്റിയ ശേഷമാണ് മീനെടുക്കുന്നത്. രണ്ടുപേരും മെനക്കിടുമ്പോഴേക്കുള്ള ഒരു 3-4 കിലോ വരാലെങ്കിലും കിട്ടിയെങ്കിലേ അവർക്ക് കഷ്ടപ്പാടനുസരിച്ച് കിട്ടത്തുള്ളൂ. അത്രയും കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് നോക്കാം. ഒരെണ്ണം തപ്പി കിട്ടുകയും ചെയ്ത്. കയ്യിൽ നിന്ന് പോയതാ തോന്നുന്നു വലയ്ക്കകത്ത് കയറി. ഒരെണ്ണം തപ്പി കിട്ടിയില്ലേ? വീഡിയോ എടുക്കാം, കാര്യങ്ങളാണ്. അറിയുന്നില്ല, കാര്യമില്ലാണ്. കാര്യം വല്ല ഉണ്ടെങ്കിൽ 150 ആണോ അപ്പുറത്തുണ്ട്. ഇന്നലെ അതിനകത്ത് ഇറങ്ങിയതല്ലേ? ഇന്നലെ ഞാൻ പിടിച്ചു. കാരനടിച്ചോ കറുത്തിട്ടോ? ഞാൻ തിരിച്ചനെ ഓമർക്കോട്ടെ ഞാൻ ഉണ്ടായിരുന്നു. മൊത്തം പിടിച്ചോ? മൊത്തം പിടിച്ചില്ല. ഞാൻ അതിനകത്ത് നിന്ന് കുറേ പിടിച്ചു. 2 ദിവസമായിട്ട് ഞാൻ പിടിച്ചത്. ഇന്നലെ ഇവർ വന്നപ്പോഴും ഞാൻ കണ്ടായിരുന്നു. ഞങ്ങൾ ഉണ്ടായിരുന്നു. ചാച്ചി അവന് തട്ടുകട കിട്ടി. അവനും കുട്ടികളാ പറലത്. എടുക്കുന്ന ആ എടുക്കുന്നില്ല. എന്ത് ലാഭത്തോടെ എടുക്കുന്നു. എന്താ നമ്മളിപ്പോൾ ഒരു 10 പ്രാവശ്യം കിട്ടിയിരിക്കുന്നു. മത്തേ അതിനത് അതല്ല അത് എടുത്തോണ്ട. അത് ചിലപ്പോൾ അവിടെ കിടന്നാൽ ചത്തു പോകത്തേ ഉള്ളൂ. കിറ്റ് എടുക്കട്ടാ, ഒരു കിറ്റ് എടുക്കട്ടെ. വരാല് മാത്രം ആ വേലത്തിന് മാറിക്കോ. ആ തണുത്തത് നമ്മളെ കാണണ്ട. പിന്നെ ഫ്രണ്ട്സ്, നമുക്ക് വല വെച്ചപ്പോൾ ഇത്രയും വരാലാണ് കിട്ടിയത്. വരാലും കുറേ കുറുവാപ്പരലും കിട്ടി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.